നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്ര രുചിയുള്ള കരിക്കിൻ വെള്ളം കുടിച്ചിട്ടില്ല പറയുക മാത്രമല്ല, കൊച്ചിയിൽ നിന്ന് മടങ്ങുമ്പോൾ 20 നാടൻ കരിക്കുകൾ കൊണ്ടുപോവുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ നാടൻ കരിക്കിന്റെ മധുരം തന്റെ മനസ്സ് കവർന്നെന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസ് ജീവനക്കാരോടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. 16-ന് കൊച്ചിയിലെത്തിയ മോദി റോഡ് ഷോ കഴിഞ്ഞ് ഗസ്റ്റ് ഹൌസിലെത്തിയപ്പോൾ കരിക്കിൻ വെള്ളമായിരുന്നു വെൽക്കം ഡ്രിങ്ക് കൊടുത്തത്. രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ കരിക്ക് കുടിക്കാറുണ്ടെങ്കിലും കേരളത്തിലെ കരിക്കിന്റെ രുചി കൂടുതൽ ഇഷ്ടപ്പെട്ടുവെന്നും മടങ്ങുമ്പോൾ കൊണ്ടുപോകാൻ കരിക്ക് വേണമെന്നും SPG ഉദ്യോഗസ്ഥർ മുഖേന പ്രധാനമന്ത്രിയെ ആവശ്യപ്പെട്ടു. പോലീസ് പുലർച്ചെ മറൈൻ ഡ്രൈവിലെ കട തുറപ്പിച്ച് 20 നാടൻ കരിക്കുകൾ ഗസ്റ്റ് ഹൌസിലെത്തിച്ചു. ചത്താതെ കുലയായി തന്നെയാണ് കരിക്ക് ഡൽഹിക്ക് കൊണ്ടുപോയത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള വ്രതത്തിലായതിനാൽ പ്രധാനമന്ത്രി ഇളനീരും പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും മാത്രമാണ് കഴിച്ചത്. ഗസ്റ്റ് ഹൌസിന്റെ 8ാം നിലയിലെ സ്യൂട്ട് റൂമിൽ നിലത്ത് യോഗ മാറ്റും അതിനു മുകളിൽ പുതപ്പും വിരിച്ചായിരുന്നു ഉറക്കം. മോദിക്കായി കയർഫെഡിന്റെ 30,000 രൂപയുടെ പുതിയ കിങ് സൈസ് കിടക്ക വാങ്ങിയെന്നെങ്കിലും അത് ഉപയോഗിച്ചില്ല. 17 രാവിലെ ചൂടുവെള്ളം മാത്രമാണ് അടുക്കളയിൽ നിന്ന് ആവശ്യപ്പെട്ടത്. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് അടുക്കളയിൽ ഒരുക്കിയത്. ഇതുമായി എത്തിയ ജീവനക്കാരോട് ആഹാരം വേണ്ടതും കരിക്കിൻ വെള്ളവും പഴവും മതിയെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയ കമാൻഡോകൾ അടക്കമുള്ളവരും സസ്യാഹാരം മാത്രമാണ് കഴിച്ചത്. പ്രധാനമന്ത്രിയുടെ വ്രതമായിരുന്നു ഇതിന് കാരണം. ഗസ്റ്റ് ഹൌസിലെ 8ാം നിലയിലെ സ്യൂട്ടിലായിരുന്നു മോദിയുടെ താമസം. ഇതേ നിലയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരിപാടികളിൽ പങ്കെടുത്ത ശേഷം തങ്ങുന്നത്. അതീവ സുരക്ഷയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ നിലയിലെ തറയിലായിരുന്നു മോദിയുടെ രാത്രി ഉറക്കം. ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോൾ തന്നെ മോദിക്ക് ജീവനക്കാർ കുടിക്കാൻ കരിക്ക് നൽകി. ഈ കരിക്കിൻ വെള്ളത്തിന്റെ രുചി മോദിക്ക് നന്ദി ഇഷ്ടപ്പെട്ടു. ഇത് പ്രധാനമന്ത്രി ജീവനക്കാരെ അറിയിച്ചു. ഇന്ത്യയിൽ ഉടനീളമുള്ള യാത്രകളിൽ കരിക്ക് കുടിക്കാറുണ്ട്, എന്നാൽ ഇതേപോലെ രുചിയുള്ള കരിക്ക് ഇതുവരെ കുടിച്ചിട്ടില്ല. ഇതായിരുന്നു മോദി പറഞ്ഞത്. അതോടൊപ്പം കൊണ്ടുപോകാൻ 20 കരിക്ക് ആവശ്യപ്പെട്ടു. ഗസ്റ്റ് ഹൌസ് ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ സുരക്ഷാ കാരണങ്ങളാൽ അനുമതിയില്ല. അതുകൊണ്ട് അവർ പോലീസിനെ കാര്യം അറിയിച്ചു. മറൈൻ ഡ്രൈവിൽ നിന്നും കരിക്ക് വാങ്ങി ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചത് കേരള പോലീസാണ്. ആ കരിക്കുമായാണ് മോദി കൊച്ചിയിൽ നിന്നും മടങ്ങിയത്. മോദി തറയിൽ കിടന്നുറങ്ങിയത് കണ്ട് ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മുമ്പൊന്നും ഇതിന് സമാനമായ അനുഭവം ഗസ്റ്റ് ഹൌസ് ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. മോദിക്കായി ജാക്കറ്റും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നു. ഈ ജാക്കറ്റ് തേച്ച് വൃത്തിയാക്കി നൽകിയതും ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരായിരുന്നു. ഈ ജാക്കറ്റുമായിട്ടായിരുന്നു ഗുരുവായൂരിലേക്ക് മോദി യാത്ര ചെയ്തത്. ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പാനുമെല്ലാം പ്രത്യേക ടീമിനെ തന്നെ ഒരുക്കി. മറ്റ് ഗസ്റ്റ് ഹൌസിൽ നിന്നും ആളെ എത്തിച്ചു. 120ഓളം പേർ ഇതിനായി നിയോഗിക്കപ്പെട്ടു. നുറുക്ക് ഗോതമ്പ് പായസവും മോദിക്ക് ഇഷ്ടമായി. ഗുരുവായൂരിൽ നിന്ന് തിരികെ കൊച്ചിയിലെത്തുമ്പോൾ ഒരുപക്ഷെ ഗസ്റ്റ് ഹൌസിലേക്ക് വരികയാണെങ്കിൽ നാടൻ സദ്യയും ജീവനക്കാർ ഒരുക്കിയിരുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതമെടുക്കുന്നതെന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോ ഗസ്റ്റ് ഹൌസ് താമസത്തിലൂടെയാണ്.